പിന്നെ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെ പാടി അഭിനയിക്കുക ചെയ്യാറ്. അതിന് എൻ്റെ വോയിസിൽ വേറൊരാൾ പാടി അഭിനയിച്ചത് കാഴ്ച എന്ന് പറഞ്ഞ ചിത്രത്തിലാണ്. മനോജ് കെ ജയചേട്ടനാണ് അത് അഭിനയിച്ചത്. മമ്മൂക്കാൻ്റെ കൂടെ കുറേ വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റാതിരുന്നൊരു പടമാണ്. നാട്ടുരാജാവ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് അന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പാലത്ത്. അപ്പോൾ അതിൽ മനോജേട്ടനും ഉണ്ട്, അഭിനയിക്കുന്നുണ്ട്. മനോജേട്ടൻ പറഞ്ഞു, മണി ഞാനിങ്ങനെ കാഴ്ച എന്ന് പറഞ്ഞ സിനിമയിൽ വിളിച്ചിട്ടുണ്ട്, മണിയുടെ പാട്ട് മണിയാണ് പാടിയേക്കണേ. ഞാൻ പറഞ്ഞു ചേട്ടാ അതെ എനിക്ക് വരാൻ പറ്റില്ല. എന്തായാലും മനോജേട്ടൻ നല്ലൊരു ഗായകനാണ്, നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ എൻ്റെ ശബ്ദത്തിൽ ആദ്യമായിട്ട് ഒരു പാട്ട് അങ്ങനെ പാടിയിട്ടുള്ളൂ, അത് അഭിനയിച്ചത് മനോജേട്ടനാണ്, കാഴ്ചയാണ്. ആ പാട്ടും ഭയങ്കര ഹിറ്റായിരുന്നു. ഏത് നമ്മുടെ മലയാളികൾ എവിടെ ചെന്നാലും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്ന പാട്ടാണ്. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കറുമ്പി, അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ഇത് മധു, എൻ്റെ നാട്ടുകാരനാണ്, മധു ബാലകൃഷ്ണൻ. അങ്ങനെ 2 ഗായകരായിട്ട് പാടിയ പാട്ടാണ് കാഴ്ച. എന്തായാലും എൻ്റെ ശബ്ദം മനോജേട്ടന് സൂട്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ പാട്ട് ഒരു പാട്ട് തന്നെയായിരുന്നു, വളരെ മനോഹരമായിരുന്നു. ഇതറിഞ്ഞെന്നുണ്ടെങ്കിൽ മനോജേട്ടനെ കൊണ്ട് പാടിപ്പിച്ചാൽ മതിയായിരുന്നു. മനോജേട്ടൻ്റെ അച്ഛൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. നല്ല ഗായകനും നല്ല ലിറിക്കും കാര്യങ്ങളും എഴുതുന്ന ആളാണ്. ചില വാക്കുകൾക്ക് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലത് പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കോം കടി ഇത് രണ്ടും കൂടി പറയാൻ ഭയങ്കര പാട്ടായിരിക്കും. കോം കടി വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്ക് കോം കടി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു വായിക്ക് നല്ല കോം കടി ഭയങ്കര എക്സസൈസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി വരണം. കോം കടി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് വരരുത്. ഇപ്പം കോം കടി എന്ന പോലെ തന്നെയാണ് ചിലത് നമ്മൾ പടപടാന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ള ചിലതാണ്. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് കളിക്കുമ്പോൾ തൃപ്രയാർ തൃപ്പടിമേൽ 10 പനം പച്ച തത്ത ചത്തൊത്തിരുന്നു, തൃപ്രയാർ തൃപ്പടിമേൽ 10 പനം പച്ച തത്ത ചത്തൊത്തിരുന്നു. ഇതിങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. തൃപ്രയാർ തൃപ്പടിമേൽ 10 പനം പച്ച തത്ത ചത്തൊത്തിരുന്നു. ഇതൊരാൾ ഒറ്റയടിക്ക് പറഞ്ഞു ചാത്തു. ഇതെന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയും വാക്കുകൾ പറയേണ്ട സാധനമാണ് തൃപ്രയാർ തൃപ്പടിമേൽ 10 പനം പച്ച തത്ത ചത്തൊത്തിരുന്നു. അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു പാട്ടും ഈ നന്മ എന്ന് പറഞ്ഞ ചിത്രത്തിൽ മോഹൻ സിത്താര ചേട്ടൻ, അയ്യോ എനിക്കൊരുവിധപ്പെട്ട പാട്ടുകളൊക്കെ ഹിറ്റ് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് സിത്താര മോഹൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ നന്മ എന്ന് പറഞ്ഞ ആ പടത്തിൽ സംഗീതം ചെയ്ത പാട്ട് എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ വിഷ്വൽ കാണല്ലാതെ വേറെ നിവർത്തിയില്ല.